നമ്മൾ എൻ ഡി എയുടെ ഫിസിക്സ് പരീക്ഷ അല്ലെങ്കിൽ നേവി SSRൻ്റെ ഫിസിക്സ് പരീക്ഷ, എയർഫോഴ്സിൻ്റെ ഫിസിക്സ് എക്സാം അല്ലെങ്കിൽ ആർമി ടെക്നിക്കൽ, ഇതെല്ലാം വരുമ്പോൾ ഫിസിക്സിലെ ഒരു പർട്ടിക്കുലർ പോർഷനായ ഹീറ്റിൻ്റെ അകത്തുള്ള ഈ ടെമ്പറേച്ചറും തെർമൽ എക്സ്പാൻഷൻ, ഈ രണ്ട് പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില പോയിൻറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് ടെമ്പറേച്ചർ എന്നാൽ എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു വസ്തുവിൻ്റെ ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ്, അതിനെയാണ് നമ്മൾ ആക്ച്വലി അതിൻ്റെ അളവിനെയാണ്, അതിൻ്റെ മെഷറിനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബോഡി എടുത്തു, ഒരു ഇരുമ്പ് പീസ് എടുത്തു, അതിന് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ചൂട് എങ്കിൽ നമ്മളതിൻ്റെ ഹോട്ട്നെസ് 30 ഡിഗ്രി ആണെന്ന് പറയും. ഇനി ഒരു ഐസ് എടുത്ത് ഐസിന് -25 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൾഡ്നെസ് ഇത്രയാണെന്ന് പറയും. അപ്പോൾ ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഇതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ട പോയിൻ്റ്. ഈ ഒരു മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി, അതായത് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി എന്ന മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി കാരണമാണ് ശരിക്കും ഹീറ്റിൻ്റെ ഫ്ലോ നടക്കുന്നത്. ഹീറ്റ് എപ്പോഴും കൂടുതൽ ഹോട്ട്നെസ്സിൽ നിന്ന് കോൾഡ്നെസ്സിലേക്കാണ് ഹീറ്റ് എനർജി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ബോഡി നല്ല ചൂടുള്ളതാണെങ്കിൽ അതിൻ്റെ സമീപത്തിരിക്കുന്ന മറ്റൊരു ബോഡി തണുത്തതാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹീറ്റ് എനർജി ചൂടുള്ള സ്ഥലത്ത് നിന്ന് ചൂട് കുറഞ്ഞ സ്ഥലത്തിലേക്ക് പ്രവഹിക്കും എന്നുള്ളതാണ് അടുത്ത പോയിൻ്റ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട ചില കൺവേർഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ടെമ്പറേച്ചർ അളക്കാൻ പല യൂണിറ്റ് ഉണ്ട്. കെൽവിനുണ്ട്, ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അളക്കുന്നത് ഫാരൻഹീറ്റിലാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കെൽവിനിലേക്ക് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ സെൽഷ്യസ് സ്കെയിലുള്ളത് കെൽവിനിൽ മാറ്റേണ്ടി വരും, സെൽഷ്യസ് സ്കെയിലുള്ളത് ഫാരൻഹീറ്റിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻസ് നടത്തേണ്ടത് എങ്ങനെയെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ എങ്കിൽ അത് കെൽവിൻ സ്കെയിലിൽ പറയാൻ അതിൻ്റെ കൂടെ 273.15 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്താൽ മതി. അതായത് 30ൻ്റെ കൂടെ 273 ആഡ് ചെയ്യുമ്പോൾ 303.15 ഡിഗ്രി കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 303.15 കെൽവിൻ എന്ന് കിട്ടും. അതുപോലെ നമ്മൾ ഫാരൻഹീറ്റാക്കി മാറ്റണമെന്ന് പറയുക. ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ് 30 ഡിഗ്രി സെൽഷ്യസ്, അത് എത്ര ഫാരൻഹീറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 30നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഥവാ 30 × 9/5 ചെയ്തിട്ട് അതിൻ്റെ കൂടെ 32 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഫാരൻഹീറ്റ് ആയിരിക്കും എന്നുള്ളതാണ് അടുത്ത പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 9/5 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 32 ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത പോയിൻ്റ് ഓർത്തിരിക്കേണ്ടത്. പിന്നെ തെർമൽ എക്സ്പാൻഷൻ എന്താണെന്ന് അറിയണം.